ജീവാംശമായി ഭാഗം 9. പോലീസ് സ്റ്റേഷൻ്റെ ഇരുണ്ട മുറിക്കുള്ളിൽ ലോക്കപ്പിൻ്റെ ഐകളിൽ പിടിച്ച് വാസുദേവൻ നിൽക്കുമ്പോൾ അയാളുടെ ആഭിജാത്യം മുഴുവൻ മണ്ണടിഞ്ഞിരുന്നു. തൻ്റെ സ്വന്തം രക്തം തന്നെ തനിക്ക് വിലങ്ങ് വെക്കാൻ കാരണമായി എന്ന സത്യം അയാളെ ഒരു ഭ്രാന്തനെ പോലെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വയം കുഴി തോണ്ടിയതാണെന്നറിയാതെ, അങ്ങനെ ഒരു തിരിച്ചറിവില്ലാതെ മകൻ്റെ ആത്മാർത്ഥ പ്രണയം തൂത്തെറിയാൻ വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ കരുവാക്കാൻ നോക്കിയപ്പോൾ സത്യം ജയിച്ചതാണെന്ന് മനസ്സിലാക്കാതെ അയാൾ വീണ്ടും വീണ്ടും പകയെരിയുന്ന മനസ്സുമായി പലതും കണക്കുകൂട്ടി. തൊട്ടടുത്ത സ്ത്രീകളുടെ സെല്ലിൽ മാളവിക തളർന്നിരിക്കുകയായിരുന്നു. അവളുടെ കളർ ചെയ്തു മിനുസപ്പെടുത്തിയ മുടിയകൾ അലക്ഷ്യമായി മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആഡംബരത്തിൻ്റെ മടിത്തട്ടിൽ വളർന്ന അവൾക്ക് ലോക്കപ്പിലെ ആ തണുത്ത തറ ഒരു പുതിയ അനുഭവമായിരുന്നു. അതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം അവളുടെ ഉള്ളിൽ പക കൂട്ടാൻ കാരണമായി. താൻ ആഗ്രഹിച്ചതെല്ലാം പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സ്വാധീനം കൊണ്ടും ഇന്നുവരെയും സ്വന്തമാക്കിയിട്ടുള്ള അവൾക്ക് ആദി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം ഇതാദ്യമായി കൈവിട്ടു പോകുന്നു. നഷ്ടപ്പെടുമെന്ന് തോന്നും തോറും നേടിയെടുക്കാനുള്ള അവളുടെ വാശിയും കൂടുന്നുണ്ട്. അവളുടെ കണ്ണുകളിൽ പക്ഷേ തളർച്ചയില്ല. പകരം ഒരു കൊടുങ്കാറ്റ് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തൻ്റെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്നതിനെ തുടച്ചു മാറ്റാനുള്ള ശക്തിയായി അത് രൂപപ്പെടുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് 2-3 ആഡംബര കാറുകൾ ഇരമ്പലോടെ വന്നു നിന്നു. മാളവികയുടെ അച്ഛൻ കൃഷ്ണൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അയാൾ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വാസുദേവനും മാളവികക്കും ജാമ്യത്തിനായുള്ള രേഖകൾ തയ്യാറായി. SI ഹരിശങ്കർ പുച്ഛത്തോടെ ആ ഫയലിൽ ഒപ്പിട്ടു. നിങ്ങൾക്കിന്ന് പോകാം മിസ്റ്റർ വാസുദേവൻ. പക്ഷേ ഓർമ്മിച്ചോളൂ, നിയമത്തിന് മുന്നിൽ നിന്ന് നിങ്ങൾക്ക് അധികകാലം ഓടിയൊളിക്കാൻ കഴിയില്ല. തെളിവുകൾ ശക്തമാണ്, ഹരിശങ്കർ കർക്കശമായി പറഞ്ഞു. അത് കേട്ട് വാസുദേവന് ദേഷ്യം വന്നെങ്കിലും അയാളത് സമർത്ഥമായി അടക്കി. ഇപ്പോൾ ഒന്നും പറയുന്നത് ബുദ്ധിയല്ല എന്നയാൾക്ക് തോന്നി. കൊടുക്കുമ്പോൾ ഇയാൾക്കും കൂടി നല്ലൊരു തട്ട് കൊടുക്കണം. അയാൾക്ക് ശരിക്കും തന്നെ അറിയില്ല. കാണിച്ചു കൊടുക്കാം, അയാൾ തീരുമാനിച്ചു. സ്റ്റേഷന് പുറത്തേക്കിറങ്ങിയ വാസുദേവൻ ചുറ്റും നോക്കി. ആദിയെയോ തൻ്റെ മറ്റു മക്കളെയോ അവിടെ കണ്ടില്ല. അത് അയാളുടെ ഉള്ളിലെ ഈർഷ്യ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. കൃഷ്ണൻ അവരെ തൻ്റെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. വാസുദേവ, താൻ പേടിക്കണ്ട, ഈ അപമാനത്തിന് പകരം നമ്മൾ വീട്ടും. കൃഷ്ണൻ ആരാണെന്ന് ഈ നാട് അറിയാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ മോളെയും എൻ്റെ ഉറ്റ സുഹൃത്തിനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവർക്ക് തക്കതായ ശിക്ഷ തന്നെ ഈ കൃഷ്ണൻ വാങ്ങിക്കൊടുക്കും. കൃഷ്ണൻ്റെ വാക്കുകളിൽ ഒരു ക്രൂരത നിയലിച്ചു. വാസുദേവൻ അത് കേട്ട് സമാധാനിച്ചു. മാളവിക കാറിൽ വെച്ച് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ആദ്യം എനിക്ക് വേണം. പക്ഷെ അതിനു മുമ്പ് ആ ജാൻവിയെയും അവളുടെ കുടുംബത്തെയും ഇവിടെ നിന്ന്, ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം. അവൾ ആദിയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുന്നതിന് അനുഭവിക്കണം. അവൾ തെരുവിൽ അലയുന്നത് എനിക്ക് കാണണം. അവൾ ഒരു തരം ഉന്മാദത്തോടെ പറഞ്ഞു. അതൊക്കെ ഈ അച്ഛന് വിട്ടേക്ക് മോളെ. നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് അച്ഛൻ എതിര് നിന്നിട്ടുണ്ടോ? കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ സ്റ്റേഷൻ്റെ പരിസരം പോലും തങ്ങളുടെ പകയുടെ കനലിൽ വെന്തുരുകുന്നത് പോലെ മാളവികയ്ക്ക് തോന്നി. നേരെ കൃഷ്ണൻ്റെ വീട്ടിലെത്തിയ വാസുദേവനും കൃഷ്ണനും മാളവികയും ഒരു രഹസ്യ ചർച്ചക്കായി അവിടെ കൂടിയിരുന്നു. അവളുടെ അമ്മയ്ക്ക് പിന്നെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള പെർമിഷനില്ല. ആ വലിയ ലിവിംഗ് റൂമിൽ മദ്യത്തിൻ്റെ കുപ്പിയും ഗ്ലാസുകളും ടച്ചിങ്സും നിരന്നു. ആദ്യം പിന്നെയും തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി കാര്യങ്ങൾ എളുപ്പമാണ്. അവൻ വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കണം, വാസുദേവൻ ഒരു സിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു. അയാളുടെ കൂടെ കൃഷ്ണനും മാളവികയും ചിയേഴ്സ് പറഞ്ഞു. ഇടയ്ക്ക് കൃഷ്ണൻ അകത്തുപോയി തൻ്റെ പഴയ ബ്രീഫ് കേസിൽ നിന്നും ചില പഴയ ഫയലുകൾ പുറത്തെടുത്തുകൊണ്ടുവന്നു. വർഷങ്ങൾക്ക് മുമ്പ് സുധീഷ് എൻ്റെ ഫിനാൻസിൽ നിന്നും വീടിൻ്റെ ആവശ്യത്തിന് കുറച്ച് തുക കടം വാങ്ങിയിരുന്നു. അതവൻ അടച്ചു തീർത്തതാണെങ്കിലും ആ രേഖകളുടെ ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് തിരിമറി നടത്തി നമുക്ക് വലിയൊരു ബാധ്യത അവനിൽ അടിച്ചേൽപ്പിക്കാം, കൃഷ്ണൻ കുടിലതയോടെ പറഞ്ഞു. അത് കേട്ട് മാളവികയുടെ മുഖത്ത് ഒരു വന്യമായ ചിരി വിരിഞ്ഞു. അച്ഛാ, അത് മാത്രം പോരാ. അയാളുടെ ഓട്ടോ, അതല്ലേ അവരുടെ വരുമാനമാർഗം, അത് ജപ്തി ചെയ്യണം. കൂടാതെ ബാങ്കിൽ ഈ വീട് പണയത്തിലാണെന്ന് വരുത്തി തീർക്കണം. വാസുദേവൻ അങ്കിളിൻ്റെ സ്വാധീനം വെച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരെ നമുക്ക് വിലക്കെടുക്കാം. വാസുദേവൻ അവൾ പറഞ്ഞതിന് സമ്മതമെന്നോണം തലയാട്ടി. അതെ, സുധീഷിൻ്റെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കണമെങ്കിൽ ആ വീടും പറമ്പും എനിക്ക് എഴുതി നൽകണമെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ആദിയുടെ സ്നേഹം ജാൻവിയുടെ കുടുംബത്തിന് ഒരു ശാപമായി മാറണം. അല്ല, നമുക്ക് മാറ്റണം. അവർ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. സുധീഷിൻ്റെ ഒപ്പുകൾ ഫോർജറി ചെയ്യാനും ഇല്ലാത്ത ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങിയതായി കാണിക്കാനും അവർ തീരുമാനിച്ചു. ജാൻവി കോളേജിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവളെ ഭീഷണിപ്പെടുത്താനും ഗുണ്ടകളെ ഏർപ്പാടാക്കി. ഒരു പാവം പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ ചവിട്ടിമെതിക്കാൻ അവർ ഒരു പൈശാചികമായ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. പിറ്റേന്ന് സുധീഷിൻ്റെ വീടിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ കൂടിയിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് അവകാശപ്പെട്ടെത്തിയവർ വീടിൻ്റെ ചുവരുകളിൽ ജപ്തി നോട്ടീസ് പതിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സാർ, ഇത് ക്രൂരതയാണ്.
ഒരു നോട്ടീസ് പോലും മുൻകൂട്ടി തരാതെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ജപ്തി ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത് പ്ലീസ്. സുധീഷ് അവരോട് കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. അകലെ തൻ്റെ ലക്ഷറി കാറിലിരുന്ന് മാളവിക ഈ കാഴ്ച കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം തീരും ജാൻവി. നീയും നിന്റെ കുടുംബവും തെരുവിലിറങ്ങുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾക്കുള്ളിൽ പ്രത്യേകമായൊരു അനുഭൂതി നിറഞ്ഞു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെയും തളർന്നിരിക്കുന്ന അച്ഛനെയും നോക്കി ജാൻവി കുറച്ചു നേരം നിന്നു. പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ അവൾ ഉദ്യോഗസ്ഥയുടെ കയ്യിലുണ്ടായിരുന്ന ആ നോട്ടീസ് പിടിച്ചു വാങ്ങി. എന്താണ് നീ കാണിക്കുന്നത്? സർക്കാർ രേഖകൾ നശിപ്പിച്ച അകത്താക്കുമെന്ന് നിനക്കറിയില്ലേ? പോലീസ് യൂണിഫോം ധരിച്ച ഒരാൾ അവൾക്ക് നേരെ ഗർജിച്ചു. പക്ഷേ ആ ഗർജനത്തിന് മുന്നിൽ ജാൻവി കുലുങ്ങിയില്ല. ജാൻവി ആ നോട്ടീസ് സൂക്ഷ്മമായി പരിശോധിച്ചു. അവളുടെ കണ്ണുകളിൽ സംശയം നിലച്ചു. ഉടൻ തന്നെ തൻ്റെ ഫോൺ എടുത്തു. അതിൽ സെർച്ച് ചെയ്ത് ഉറപ്പുവരുത്തി. അച്ഛാ, ഇത് ബാങ്കിൽ നിന്ന് വന്നതല്ല. ലോൺ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തി വരുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഇവിടെ പാലിച്ചിട്ടില്ല. തന്നെയുമല്ല, നമ്മൾ തിരിച്ചടക്കാത്തതായി ഒന്നുമില്ലല്ലോ. ഇതെന്തോ ചതിയാണ്. അവൾ ആ നോട്ടീസിലെ സീലിലേക്ക് വിരൽ ചൂണ്ടി. ഈ സീലിലെ ബാങ്കിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. കൂടാതെ ഈ ഒപ്പ് ബാങ്ക് മാനേജറുടേതല്ല, മറിച്ച് സ്കാൻ ചെയ്ത് വെച്ച ഒരു വ്യാജ ഒപ്പാണ്, ജാൻവി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായി. എല്ലാവരും ഒരു തരം അന്താളിപ്പോടെ ഉദ്യോഗസ്ഥരെയും ജാൻവിയെയും മാറി മാറി നോക്കി. ജാൻവി പെട്ടെന്ന് തന്നെ ബാങ്കിൻ്റെ റീജിയണൽ മാനേജറെ ഫോണിൽ വിളിച്ചു. സ്പീക്കർ ഓൺ ചെയ്ത് എല്ലാവരും കേൾക്കെ അവൾ ഉച്ചത്തിൽ സംസാരിച്ചു. മാനേജർ സാർ, സുധീഷ് എന്ന ആളുടെ വീട് ജപ്തി ചെയ്യാൻ ആരെങ്കിലും അവിടെ നിന്നും ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആ അക്കൗണ്ട് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നതാണ്. ജപ്തി ചെയ്യാനുള്ള ഒരു തീരുമാനവും ബാങ്ക് എടുത്തിട്ടില്ല. മറുഭാഗത്തു നിന്നുള്ള വ്യക്തമായ മറുപടി കേട്ടതോടെ അവിടെ കൂടിയിരുന്നവർ അമ്പരന്നു. കേട്ടല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ജാൻവി ചോദിച്ചു. യൂണിഫോം ഇട്ട് വന്നവർ പതുക്കെ വലിയാൻ നോക്കിയെങ്കിലും ജാൻവി അവരെ തടഞ്ഞു. നിൽക്കൂ. വ്യാജരേഖയുണ്ടാക്കിയ ഒരു കുടുംബത്തെ ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതിന് നിങ്ങൾ മറുപടി പറയണം. തന്നേ പറ്റൂ. പോലീസ് വരട്ടെ. അപ്പോഴാണ് SI ഹരിശങ്കർ അവിടെ എത്തിയത്. അയാളുടെ കൂടെ കിരണുമുണ്ടായിരുന്നു. ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്യൂ സാർ. ഇത് വെറുമൊരു നാടകമല്ല. മാളവികയും വാസുദേവൻ അങ്കിളും ചേർന്ന് നടത്തിയ മറ്റൊരു ഗൂഢാലോചനയാണ്. എന്നെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം, ജാൻവി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദൂരെയുള്ള കാറിലിരുന്ന മാളവികയെ പോലീസ് വളഞ്ഞു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾ വീണ്ടും അപമാനിതയായി. ജാൻവി മാളവികയുടെ അടുത്തേക്ക് ചെന്ന് ശാന്തമായി പറഞ്ഞു. മാളവിക, അധികാരം കൊണ്ടും പണം കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് സത്യം. നിങ്ങൾ പോലീസിൻ്റെ പിടിയിലായാലും നിമിഷങ്ങൾക്കകം പുറത്തു പോരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊന്നും പറയുന്നില്ല. എന്നാലും സത്യം എൻ്റെ ഭാഗത്താണെന്ന് തെളിഞ്ഞല്ലോ, അത് മതി. അവൾ വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. മാളവിക ഒന്നും പറയാനാവാതെ അങ്ങനെ നിന്നു. വീണ്ടും തൻ്റെ പ്ലാൻ പൊളിഞ്ഞതിൽ അവൾക്ക് കൂടുതൽ നിരാശ തോന്നി. പോലീസ് ജീപ്പിൽ കയറിപ്പോകുമ്പോഴും അവൾക്ക് ഇത്തിരി പോലും കുറ്റബോധമുണ്ടായിരുന്നില്ല. വാസുദേവൻ്റെയും മാളവികയുടെയും ചതികൾ വെളിച്ചത്തായെങ്കിലും അധികാരം കൈമുതലായുള്ള കൃഷ്ണൻ തൻ്റെ സ്വാധീനം വീണ്ടും ഉപയോഗിച്ചു. പുഷ്പം പോലെ മാളവികയെ അയാൾ ജാമ്യത്തിലിറക്കി. കുറച്ച് ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ആദ്യ തിരുവനന്തപുരത്ത് തൻ്റെ സംഗീത കരിയറിൻ്റെ തിരക്കുകളിലായിരുന്നു. ഇടയ്ക്കിടെ ജാൻവിയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുമ്പോഴും അവളുടെ കാര്യത്തിൽ അവൻ കുറച്ച് പേടിച്ചിരുന്നു. അത് ജാൻവിയും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷേ പേടിച്ചു ജീവിക്കാൻ കഴിയില്ലല്ലോ. അവളത് തൽക്കാലം മാറ്റിവെച്ചു. മാളവികയും വാസുദേവനും അടങ്ങിയിരിക്കില്ല എന്നവൾക്കറിയാം. എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പുമായി അവൾ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് നടന്നു പോവുകയായിരുന്നു ജാൻവി. മനസ്സ് നിറയെ ആദിയുമായുള്ള കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിൻ്റെ ഓർമ്മകളായിരുന്നു. ആ സ്നേഹം ഒരിക്കലും ഒരു പൈങ്കിളി പ്രേമമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ആദിയുടെ ഇടപെടൽ. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ പോലും ജാൻവിയുടെ കവിളിനെ ചുവപ്പിക്കും. പെട്ടെന്നാണ് അവളുടെ മുന്നിൽ ഒരു കറുത്ത ക്രിസ്റ്റക്കാർ വന്ന് നിന്നത്. ടയറുകൾ മണ്ണിൽ ഉരഞ്ഞ് ശബ്ദമുണ്ടാക്കിയപ്പോൾ ജാൻവി ഭയന്ന് പിന്നോട്ട് മാറി. കാറിൻ്റെ ചില്ലുകൾ പതുക്കെ താഴ്ന്നു. ഉള്ളിൽ മാളവികയായിരുന്നു. അവളുടെ കണ്ണുകളിൽ പഴയതിനേക്കാൾ തീക്ഷ്ണമായ വെറുപ്പും പകയും ജ്വലിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ മാളവിക ജാൻവിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്താ ജാൻവി, പേടിച്ചു പോയോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ ഡയലോഗൊക്കെ അടിച്ചപ്പോൾ നീ വിചാരിച്ചോ എന്നെ എന്നേക്കുമായി തളയ്ക്കാൻ പറ്റുമെന്ന്? കണ്ടോ, ഞാൻ വീണ്ടും പുറത്തിറങ്ങി. മാളവിക പുച്ഛത്തോടെ ചിരിച്ചു. ജാൻവി അതിന് മറുപടിയായി ഒന്നും മിണ്ടിയില്ല. അവൾ തല താഴ്ത്തി അവിടെ നിന്നും നടന്നു നീങ്ങാൻ ശ്രമിച്ചു. അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ജാൻവിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മൗനമാണ് ബുദ്ധി. പക്ഷേ മാളവിക അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തു. നീ എങ്ങോട്ടാ ഓടുന്നത്? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. ആദ്യം എന്നെ വെറുക്കാൻ കാരണം നീയാണ്. നിന്റെ ആ അഭിനയം കണ്ടാണ് പാവം അവൻ വീണത്. പക്ഷേ ഒന്ന് നീ ഓർത്തോ, നിന്റെ അച്ഛൻ, ആ ഓട്ടക്കാരൻ സുധീഷ് ഉണ്ടല്ലോ, അയാൾക്ക് ഇനിയും ഈ ആയുസ് ബാക്കി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ഉപേക്ഷിക്കണം. ഈ നാട് തന്നെ ഉപേക്ഷിച്ചു പോകണം. മാളവികയുടെ വാക്കുകൾ കേട്ട് ജാൻവി ഞെട്ടിപ്പോയി.
മാളവിക, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്കിനിയും എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ? എൻ്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചേക്കരുത് പ്ലീസ്. വലിച്ചേക്കും. ഞാൻ ഈ മേലെടുത്ത് കൃഷ്ണൻ്റെ മകളാണെങ്കിൽ അത് ചെയ്തിരിക്കും. മാളവിക ജാൻവിയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി. നിന്റെ അച്ഛൻ എന്നും പല വഴികളിലൂടെയും ഓട്ടോയുമായി പോകുന്നത് അറിയാലോ. എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും വഴിയിൽ ഒരു വലിയ ലോറി പാഞ്ഞു വരുമ്പോൾ നിന്റെ അച്ഛൻ ആ ലോറിക്കടിയിൽ ചിതറിപ്പോകുന്നത് നിനക്ക് കാണണോ? ഒരു അപകടമരണമായി അത് മായ്ച്ചു കളയാൻ എൻ്റെ അച്ഛന് മിനിറ്റുകൾ മതി, അറിയാലോ. മാളവികയുടെ വാക്കുകൾ കേട്ട് ജാൻവിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തൻ്റെ പ്രണയത്തിന് പകരം തൻ്റെ അച്ഛൻ്റെ ജീവനാണോ മാളവിക ചോദിക്കുന്നത്? നീ കരയേണ്ട ജാൻവി. നിന്റെ ഈ കണ്ണുനീർ കണ്ട എനിക്ക് ദയ തോന്നില്ല. എൻ്റെ ആദിക്ക് നീ ഒരു ശാപമാണ്. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം ഓരോ ദിവസവും ചത്തു കഴിയേണ്ടി വരും. നീ ആദിയോട് പറയണം നിനക്ക് അവനെ വേണ്ടെന്ന്. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ ശവം നിനക്ക് കാണേണ്ടി വരും. ഇത് വെറും ഒരു ഭീഷണിയല്ല, എൻ്റെ ശപഥമാണ്. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അത് പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് മാളവിക കാറിലേക്ക് കയറി വേഗത്തിൽ ഓടിച്ചുപോയി. ആ റോഡരികിൽ തകർന്നുപോയ മനസ്സുമായി ജാൻവി നിന്നു. ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അച്ഛൻ്റെ ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. തന്നെയും അമ്മയെയും അനിയത്തിമാരെയും പൊന്നുപോലെ നോക്കുന്ന അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. തൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിനും കുടുംബത്തിനും ഇടയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയിൽ ജാൻവി ആ റോഡരികിൽ ഇരുന്ന് വിങ്ങിപ്പൊട്ടി. അവളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനയെന്നോണം ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ജാൻവിയുടെ കാതുകളിൽ മാളവികയുടെ ആ കൊടും വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്റെ അച്ഛനാൽ ഓറിക്കടയിൽ ചിതറിപ്പോകുന്നത് നിനക്ക് കാണണോ എന്ന ചോദ്യം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മസ്തിഷ്കത്തിൽ തറച്ചു നിന്നു. മാളവിക അത് ചെയ്യും. അതിനുള്ള അധികാരവും പണവും ക്രിമിനൽ ബുദ്ധിയും അവൾക്കുണ്ട്. ജാൻവി വിറയ്ക്കുന്ന കാലുകളോടെ എഴുന്നേറ്റു. കോളേജിൽ പോകാനുള്ള മാനസികാവസ്ഥ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവൾ തിരികെ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഓരോ ചുവടിലും തൻ്റെ അച്ഛൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. തന്നെയും അനുജത്തിമാരായ മാളുവിനെയും ചിന്നുവിനെയും പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ. സ്വന്തം കഷ്ടപ്പാടുകൾ പോലും പുറത്തു കാണിക്കാതെ എന്നും പുഞ്ചിരിച്ചു മാത്രം ശീലിച്ച ആ മനുഷ്യൻ്റെ ജീവൻ തൻ്റെ പ്രണയം കാരണം അപകടത്തിലാകുന്നത് അവൾക്ക് ഓർക്കാൻ പോലും കഴിയില്ല. കോളേജിൽ പോകാതെ വീട്ടിലെത്തിയ ജാൻവിയെ കണ്ടപ്പോൾ തന്നെ അമ്മ ദേവിക്ക് എന്തോ പന്തികേട് തോന്നി. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ട്. എന്താ മോളെ, ഈ നേരത്ത് നീ തിരിച്ചു വന്നത്? ഇന്ന് കോളേജിൽ പോയില്ലേ? ജാൻവി ഒന്നും മിണ്ടാതെ ദേവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദേവി അവളുടെ കരച്ചിൽ കണ്ട് ആകെ പരിഭ്രമിച്ചു പോയി. എന്നെ കൂടി പേടിപ്പിക്കാതെ നീ കാര്യം പറ മോളെ, എന്താ സംഭവിച്ചത്? അമ്മ, എനിക്ക് കുറച്ച് വെള്ളം വേണം, അവൾ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി വേഗം കൂജയിൽ നിന്ന് വെള്ളമെടുത്തു നൽകി. ഒറ്റയിറക്കിന് അവൾ അത് മുഴുവനും കുടിച്ചു തീർത്തു. പിന്നെ ജാൻവി നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മാളവികയുടെ അച്ഛൻ്റെ ജീവന് മേലെയുള്ള ഭീഷണിയും മറ്റും കേട്ടപ്പോൾ ദേവിയുടെ ഉള്ളിലും ഭയം പടർന്നു കയറി. അപ്പോഴാണ് സുധീഷ് രാവിലത്തെ ഓട്ടോ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അയാൾ ചായ കുടിക്കാൻ ഈ സമയത്താണ് വരാറ്. അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ തൻ്റെ മകളുടെയും ഭാര്യയുടെയും മുഖത്തെ ഭീതി കണ്ടപ്പോൾ അയാൾക്കെന്തോ നെഗറ്റീവ് ഫീൽ ചെയ്തു. എന്താ ദേവി, ജാനി എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടായോ? അയാളുടെ ചോദ്യത്തിന് ദേവി ഒന്നും വിടാതെ പറഞ്ഞുകൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പോലും തളർന്നു. പക്ഷേ അയാൾ അത് പുറത്തു കാണിച്ചില്ല. അവൾ വെറുതെ പറയുന്നതാ ജാനി, എൻ്റെ ആയുസ് തീരാതെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ പേടിക്കണ്ട. ഇല്ല അച്ഛാ, ജാൻവി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അവർ എന്തും ചെയ്യും. അവർക്കൊരു നിയമത്തെയും പേടിയില്ല. കയ്യിൽ നിറയെ കാശുണ്ട്. ഇനിയും ഇവിടെ നിന്നാൽ അത് അപകടമാണ്. ആദ്യേട്ടൻ അവർ ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മളെ അവർ ജീവനോടെ വിടില്ല. ചെയ്യുമെന്ന് മാളവിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് ചെയ്യും അച്ഛാ. നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റൂല. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തളർന്നിരുന്നു. ആകെയുള്ള മണ്ണാണ്. ഇത് വിട്ട് എങ്ങോട്ട് പോകാനാണ്? പണ്ട് ഇതുപോലെ ഒരു ഒളിച്ചോട്ടം നടത്തിയതാണ്, സുധി ഓർത്തു. അന്ന് രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. ഒരു വലിയ തീരുമാനത്തിൻ്റെ മുൾമുനയിലായിരുന്നവർ. ദേവി തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിച്ചു പോയി. സമ്പന്നമായ ഒരു തറവാട്ടിലെ ഏക മകളായിരുന്നു ദേവിക. അച്ഛൻ കാർത്തികൻ നായർ നാട്ടിലെ വലിയ പ്രമാണിയായിരുന്നു. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായ സുധീഷിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ ആ തറവാടിൻ്റെ പടികൾ ദേവികയ്ക്ക് മുന്നിൽ എന്നേക്കുമായി അടഞ്ഞു. സ്വന്തം മകൾ മരിച്ചുവെന്ന് കരുതി അവർ പിണ്ടം വെച്ചു. ഇന്നേക്ക് 20 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ദേവി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന ചിന്ത വന്നപ്പോൾ അവൾക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു. സുധീഷേട്ടാ, ദേവിക പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാലോ? വയനാട്ടിലെ ആ തറവാട്ട് നമ്മൾ ചെന്ന മാളവികയ്ക്കും വാസുദേവനും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ സ്വാധീനം നമുക്ക് തണൽ നൽകിയാലോ? അത് കേട്ട് സുധീഷ് ഞെട്ടിപ്പോയി. ദേവി,
നിന്നെ പടിയടച്ച് പുറത്താക്കിയ വീടല്ലേ അത്? നിന്റെ അച്ഛനും സഹോദരന്മാരും നമ്മളെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഏട്ടാ. അച്ഛൻ്റെ വാശി ഇപ്പോൾ കുറഞ്ഞു കാണും. എൻ്റെ സഹോദരന്മാരും ഇന്ന് വലിയ നിലയിലാണല്ലോ. അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. വയനാട്ടിലെ ആ മലഞ്ചെരിവുകളിൽ വന്ന് നമ്മളെ ഉപദ്രവിക്കാനുള്ള ധൈര്യം ആർക്കുണ്ടാവില്ല. ദേവികയുടെ വാക്കുകളിൽ ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ജാൻവി ആലോചിച്ചു. ആദിയെ അറിയിക്കാതെ നാടുവിടുന്നത് അവനെ തകർത്ത് കളയുമെന്ന് അവൾക്കറിയാം. പക്ഷേ അവൻ്റെ പ്രണയത്തേക്കാൾ ഇന്നവൾക്ക് വലുത് തൻ്റെ അച്ഛൻ്റെ ശ്വാസമാണ്, തൻ്റെ അനുജത്തിയുടെ സുരക്ഷയാണ്. നമുക്ക് പോകാം അച്ഛാ. നാളെ ഞങ്ങളുടെ TC വാങ്ങിയെടുത്ത് മറ്റന്നാൾ പുലർച്ചെ തന്നെ നമുക്ക് ഇവിടം വിടണം. ആദ്യേട്ടൻ ഒരു കാരണവശാലും ഇതൊന്നും അറിയരുത്. അവൻ അറിഞ്ഞാൽ നമ്മളെ എങ്ങോട്ടും വിടില്ല. അത് വീണ്ടും പ്രശ്നമാകും. കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം, ജാൻവി കണ്ണേ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പരീക്ഷണത്തിന് സുധീഷും തയ്യാറായി. ജാൻവി തൻ്റെ ഫോൺ കയ്യിലെടുത്ത് ആദിയുടെ ഫോട്ടോ ആ സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. അവൻ്റെ ആ കള്ളച്ചിരി കാണുമ്പോൾ അവളുടെ നെഞ്ചു പിടിഞ്ഞു. മാപ്പ് ആദിയേട്ടാ, അവൾ മനസ്സിൽ പറഞ്ഞു. നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ എനിക്കെൻ്റെ അച്ഛൻ്റെ ജീവൻ ബലി കൊടുക്കാൻ കഴിയില്ല. നിങ്ങളിൽ നിന്ന് അകലുന്നത് എന്നെ സംബന്ധിച്ച് മരിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി. അവൾ അവൻ്റെ ചിത്രത്തിന് മുൻപിൽ വിതുമ്പി. നാളെ ആദി വിളിക്കും, വിശേഷങ്ങൾ തിരക്കും. താനൊന്നും സംഭവിക്കാത്തതുപോലെ സംസാരിക്കണം. ആദിയോട് യാത്ര പറഞ്ഞാൽ അവൻ ഒരിക്കലും തങ്ങളെ പോകാൻ അനുവദിക്കില്ല. അവൻ വാസുദേവനോടും മാളവികയോടും പോരാടാനിറങ്ങും. അത് വീണ്ടും ചോരപ്പുഴകൾക്ക് കാരണമാകും. അച്ഛൻ സുരക്ഷിതനാകാൻ താൻ ആദിയെ തള്ളിപ്പറഞ്ഞേ പറ്റൂ. ഒരു വലിയ ഒളിച്ചോട്ടത്തിന് അവർ തയ്യാറെടുത്തു. വയനാട്ടിലെ തണുപ്പുള്ള മലനിരകളിൽ തങ്ങളെ കാത്തിരിക്കുന്നത് പഴയ സ്നേഹമാണോ അതോ ആക്രോശങ്ങളാണോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും മരണത്തേക്കാൾ നല്ലത് ആ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുന്നതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആകാശത്ത് കാർമേഘങ്ങൾ കനം കൂടി നിന്നു. ഒരു പെരുമഴയുടെ തുടക്കം പോലെ ജാൻവിയുടെ ജീവിതത്തിലും ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ബാക്കി എന്താവുമെന്നറിയാൻ കാത്തിരിക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. തുടരും.